പ്രഭാത കേരളത്തിൽ ഇനി നമ്മൾ പോകുന്നത് തലസ്ഥാനത്തെ ഡിഫറൻറ്റ് ആർട്സ് സെന്ററിലേക്കാണ്. രാജ്യത്ത് ആദ്യമായി ഭിന്നശേഷി കുട്ടികൾക്കായി സംഘടിപ്പിക്കുന്ന ഭിന്നശേഷി കലോത്സവമായ സമ്മോഹൻ ഇതാദ്യമാണ് രാജ്യത്ത് തന്നെ ഇങ്ങനെയൊരു അറ്റംപ്റ്റ് നടക്കുന്നത്. കുരുന്നുകളുടെ സർഗാവിഷ്കാരങ്ങൾക്ക് വേദിയാവുകയാണ് സമ്മോഹൻ. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ ആയിരക്കണക്കിന് കുരുന്നുകളാണ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത്. വിസ്മയം തീർത്ത് വീൽചെയറിലിരുന്ന് നൃത്തം, വേദിയിൽ നിറഞ്ഞാടി മിറാക്കിൾ ഓൺ വീൽ സംഘം. ഊർജ്ജസ്വലതയോടെ താളത്തിനൊത്ത് ശിവരൂപം പകർന്നാടിയപ്പോൾ കണ്ണിമ ചിമ്മാതെ കാണികൾ. കലോത്സവ വേദികൾ സജീവം. വീൽചെയർ ഡാൻസിന് പിന്നാലെ മറ്റൊരിടത്ത് കാണികളെ ഞെട്ടിച്ച ഭിന്നശേഷി കുരുന്നുകളുടെ പ്രസംഗ മത്സരം. മാതൃഭാഷയെക്കുറിച്ചും വായനാശീലത്തെക്കുറിച്ചും അവർ വാചാലരായി. ഏതൊരു മലയാളിയുടെ ഹൃദയത്തുടിപ്പിലും പാൽമഴ പോലെ പെയ്തിറങ്ങുന്ന എൻ ശ്രീകുമാറിന്റെ സുന്ദര വരികൾ. മലയാളം മാമലകൾക്കിപ്പുറത്തെ മരതകം പട്ടുടുത്തു നിൽക്കുന്ന വർണ്ണദേശത്തിന്റെ മകൾ. മാധുര്യത്തോടെ മൊഴിയുന്ന ഭാഷ, ചില്ലും സ്വരങ്ങളും വ്യഞ്ജന ചന്തവും കൊണ്ട് വർണ്ണമഴ പെയ്ക്കുന്ന മലയാളം. അലകടലിന്റെ ആഴമുണ്ട്, നീലാകാശത്തിന്റെ പരപ്പുണ്ട്, നോക്കിയാൽ കാണാത്ത ദൂരമുണ്ട്, അറിവ് അനന്തമാണ്. തബലയിൽ താളം പെരുക്കി ഒരു കൊച്ചുമിടുക്കി. ചെണ്ട കൊട്ടിയാണ് ശബരിനാഥൻ കാണികളുടെ കയ്യടി നേടിയത്. സമ്മോഹൻ കലോത്സവത്തിൽ മക്കളെ എത്തിക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് മാതാപിതാക്കൾ. നമ്മളിത് കാണുമ്പോൾ നമ്മളൊന്നുമല്ല, നമുക്ക് എത്രയോ അനുഭവമുണ്ട്. അതൊക്കെ പറയുമ്പോൾ നമുക്കൊരു ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്, ഇതിൽ പങ്കെടുക്കാൻ തോന്നിയത്. ഇത് ഇവിടെ എത്രയോ കുട്ടികളിങ്ങനെ പുറലോകം കാണാതെ ഇരിക്കുന്നുണ്ട്, അവരെ ഇതിലേക്ക് കൊണ്ടുവരണം. അപ്പം ഈ വീട്ടിൽ അടഞ്ഞിരിക്കുന്ന കുറേ കുട്ടികളുണ്ട്, അവർ വിഷമിക്കുന്ന രക്ഷിതാക്കളുണ്ട്, അവർക്കൊക്കെ സന്തോഷം പകരാൻ വേണ്ടി ഇതുപോലത്തെ ഇനിയും കുറേ ഉണ്ടാവുന്നത്. മിമിക്രിയും നൃത്തവും ഗാനവും ആടിയും പാടിയും കുരുന്നുകൾ ആഘോഷിക്കുകയാണ്. ഭിന്നശേഷി സമൂഹത്തിന്റെ സർഗാവിഷ്കാരങ്ങൾക്കാണ് സമ്മോഹൻ വേദിയാകുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം.